Hello and welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ബൺ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ബൺ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചെറു ചൂടുള്ള പാല്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ഈസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ചെറു ചൂടുള്ള പാലാണ്. ചൂട് ഒരുപാട് കൂടുതലാവണ്ട, അതുപോലെ തന്നെ അത്രയും ചൂട് കുറവുള്ള പാലും എടുക്കരുത്. ഈ പാലിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ മൊത്തം ഈ ബണ്ണിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിപ്പോൾ ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്താൽ മതി. നമുക്ക് കിട്ടുന്ന സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്ക് ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി പഞ്ചസാര നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദ ചേർക്കുന്നതിന് മുമ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പഞ്ചസാര അലിയിച്ചെടുക്കണം. അപ്പം നമ്മൾക്ക് ബണ്ണിന് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു. ഞാൻ ആകെ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പം നമുക്കൊരു 3 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര കൂടി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര നന്നായി അലിയുന്ന വരെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മൈദപ്പൊടി ഇതിലേക്ക് മൈദ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ ജസ്റ്റ് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പഞ്ചസാരയൊക്കെ ഞാൻ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദ എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ മൈദയുടെ മിക്സ് ഞാൻ വല്ലാണ്ട് ഹാർഡായിട്ട് കുഴച്ചെടുക്കില്ല. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പാകം. ഇതിലേക്ക് കുറേശ്ശെ മൈദ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ മൈദപ്പൊടി ഈ മിക്സിലേക്ക് ചേർക്കുമ്പോൾ ചെറിയ കട്ട പോലെയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മൾ പിന്നീട് പൊടി ചേർത്ത് വരുമ്പോൾ ആ കട്ടകളൊക്കെ മാറി കിട്ടും കേട്ടോ. വീണ്ടും കുറച്ച് പൊടി ചേർക്കാം. ഞാനിവിടെ അങ്ങനെ ആകെ ഒരു 1.25 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊരു 300 ഗ്രാം മൈദ ഉണ്ടാവും. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നമ്മൾ മൈദ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായി വരും.
ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് മൈദ ഒരു 1/2 കപ്പ് പാലിൽ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് കുഴച്ചെടുക്കണില്ല, ഇതിങ്ങനെ തന്നെ ഒരു 10-15 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ബട്ടർ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് പാലിൽ മൈദ ചേർത്തിട്ട് ഞാനൊരു 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ബട്ടർ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ വേണം കേട്ടോ. ഇതിനായിട്ട് നല്ല ഇങ്ങനെ ഒട്ടുന്ന പോലെയുള്ള പരുവാണ് ഈ മാവ് ഇരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ കുഴച്ച് വരുമ്പോൾ അത് റെഡിയാവും കേട്ടോ. കുഴയ്ക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. അത് ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1/4 കപ്പിൽ നിന്നല്ല, 1/4 കപ്പ് മൈദ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന് പുറമേ നമ്മൾ ചേർക്കുന്നതാണ്. ഇപ്പം ഞാൻ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മൈദ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ല, വല്ലാണ്ട് ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട, കുറച്ച് ഒട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഡോ നമുക്ക് റെഡിയാക്കേണ്ടത്. ഞാൻ അവസാനം പറയാട്ടെ ഞാൻ എന്തോരം മൈദ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ടെന്ന്. ഇതാദ്യം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കുഴച്ചെടുത്ത് ഒരു പരുവാകുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ മാവ് ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ 5 ടേബിൾ സ്പൂൺ മൈദ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കൈയും വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടുതൽ ചേർത്താൽ മതി. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം നമ്മളിത് പാലിലല്ലേ കുഴച്ചെടുത്തിരിക്കുന്നത്, നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പാലിലാണ് നമ്മൾ ഈ ഡോ മുഴുവനായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ആദ്യത്തെ ആ ഒരു ഫോമിലല്ല ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വെള്ളം വലിഞ്ഞിട്ടുള്ള ആ ഒരു പാകേൻ്റെ, പക്ഷെ വല്ലാണ്ട് ഹാർഡല്ല. ഇപ്പോഴും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ്, ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ്. ഈ ബ്രെഡിൻ്റെ ഒക്കെ ഈ ഒരു ഡോ എങ്ങനെ റെഡി ആയെന്ന് അറിയാനായിട്ട് ഈ മാവ് നമ്മളൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി നോക്കുക. ഇതിങ്ങനെ പരത്തുമ്പോൾ ഇതുപോലെ കീറി വരികയാണെന്നുണ്ടെങ്കിൽ മാവ് ഡോ റെഡി ആയിട്ടില്ല. ഇത് നന്നായിട്ട് ഇനിയും കുഴയ്ക്കാനുണ്ട്. ഇപ്പം ഞാൻ 1/4 കപ്പ് മൈദ എടുത്തതിന് പുറമേ ആയിട്ട് ഏകദേശം 7 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലിലേക്ക് നമ്മൾ ഏകദേശം 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ ഉള്ളം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും.
അപ്പോൾ അതുപോലെ കയ്യിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി നോക്കാം. കണ്ടോ? ഇതുപോലെ ഒരു നല്ലൊരു നൈസായിട്ടുള്ള ഒരു പാളി നിങ്ങൾക്ക് ഇങ്ങനെ കീറാതെ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇങ്ങനെ പിടിച്ചപ്പോൾ അതിൽ ചെറിയൊരു വിള്ളൽ പോലെ ഇങ്ങനെ കീറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഴച്ചതിൻ്റെ ഒരു പാകം പോരായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നന്നായി കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ല നൈസ് പാളി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഴച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് 1 മണിക്കൂർ ഈ മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരാനായി, ഈ ഡോ നന്നായിട്ട് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആയാലും തേച്ച് കൊടുക്കാം കേട്ടോ. കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഡോ നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബണ്ണം ഒക്കെ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ബണ്ണിൻ്റെ അല്ലെങ്കിൽ ബർഗർ ബണ്ണിൻ്റെ ഷേപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ ഇത് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് അതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് പൊന്തി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഈ മാവ്, ഈ ഒരു ഡോ ഞാൻ 1 മണിക്കൂർ പൊന്താൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എടുത്തിട്ട് നന്നായി കുഴച്ച് നമ്മൾക്ക് ബർഗർ ബണ്ണിൻ്റെ ഒക്കെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അങ്ങനെ വീണ്ടും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി കിട്ടും. അപ്പോൾ നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഡോ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇതുപോലെ നനഞ്ഞ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മൂടി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മാവ് പൊങ്ങി വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ചിരിക്കും. ഇപ്പോൾ തണവ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ചൂട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഡോ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഇപ്പോൾ പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ വീട്ടിൽ എവിടെയാണോ കുറച്ച് ചൂട് കൂടുതലുള്ള ഭാഗം, ഇപ്പോൾ നമ്മളുടെ അടുക്കളയിൽ തന്നെ അടുപ്പിൻ്റെ അടുത്തായിട്ടോ അവിടെ എവിടെയെങ്കിലും ഒരുപാട് ചൂട് ഡയറക്റ്റായിട്ട് കൊള്ളരുത്, ചെറിയ ചൂട് നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊന്തി കിട്ടും. ഇത് ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഡോ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഈ നനഞ്ഞ തുണി ആ ഡോയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ കണ്ടു. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇതുപോലെ ഈ തുണി ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് ഈ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ട് ഈ ഡോ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതൊന്ന് ചെറുതായി താഴ്ന്ന് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവും കേട്ടോ. അപ്പം ഇത്ര നേരം വെച്ചാൽ മതി, കാരണം നമ്മൾ ഇനി ഇത് ഷേപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു 1/2-3/4 മണിക്കൂർ വെക്കുമല്ലോ. അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് പൊന്തി വന്നോളും. ഇനി ഇത് വല്ലാണ്ട് കുഴക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഇത് കളഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ കുറച്ച് മാവ് എടുക്കുന്നുള്ളൂ, ആദ്യം പകുതി മാവ് എടുക്കാം. ഇതിൽ ചെയ്ത് നോക്കാം ആദ്യം. അപ്പം ഞാനിത് 3ഉം ഒരേ വലിപ്പത്തിൽ ഒരേ വണ്ണത്തിൽ ഞാൻ അതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മുടി മെടയാറില്ലേ, അതുപോലെ ഈ 3 ഇഴകൾ വെച്ചിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കാം. ഫസ്റ്റ് ഈ 3 കൂടി ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ മെടയുന്ന പോലെ മെടഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ ഡോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലുള്ളൊരു ട്രേയിലാണ് വയ്ക്കുന്നത്. ഞാനിതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം. ഇത് വയ്ക്കുമ്പോൾ ഇനി അടുത്തത് വയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വയ്ക്കാൻ. കാരണം ഇത് നന്നായിട്ട് ഒന്നും കൂടി പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തത് വയ്ക്കുക. ഇതുപോലെ ഞാൻ ഈ മാവ് കൊണ്ട് ഈ ഷേപ്പിൽ ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് ബാക്കിയുള്ള ഡോ കൊണ്ട് ഞാൻ ഇതുപോലെ 3 ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പരത്തിയെടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പൊന്തി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നനഞ്ഞ തുണി വെച്ച് മൂടണ്ട. കാരണം ഇനി നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിന് അധികം ഹൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നനഞ്ഞ തുണി ഇടുമ്പോൾ അത് ഈ ഡോമ് തട്ടി ആകെ ഒട്ടി പിടിച്ച് പോകും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു പാത്രം വെച്ചിട്ട് മൂടിയാൽ മതി. അപ്പോൾ നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺവെൻഷൻ മോഡിൽ ഒരു 180 ഡിഗ്രി വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ബണ്ണ് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ അവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. സാധാരണ വെള്ളം എല്ലാം ഈ ബണ്ണിൻ്റെ മുകളിലൊക്കെ ഇടാറ്. അതാണ് കുറച്ചുകൂടി കാണാൻ ഭംഗി. ഇപ്പം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കുഴച്ച് വെക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടതായിരുന്നല്ലോ, ഇത് കുഞ്ഞ് സൈസിലുള്ള ബണ്ണുകളായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വളരെ വലുതായിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് നന്നായിട്ട് മാവ് വീർത്ത് വരും. അപ്പോൾ അത്രയും വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗം മതി. ഇനി നമുക്ക് ഓവനിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത സമയം റെഡി ആകുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ടൈം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ബണ്ണ് 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ നമുക്ക് 20 മിനിറ്റ് സമയം വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഞാനിത് 170യിലാണ് ഇനി വെക്കാൻ പോകുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ബണ്ണ് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര സമയം മതിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 20 മിനിറ്റ് ഇട്ടതിൽ 9 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. 9.5 മിനിറ്റോളം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാനിത് ഓഫാക്കാണ്. തുറന്നപ്പോൾ തന്നെ നല്ല ബ്രെഡിൻ്റെ മണം വന്നിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും കേട്ടോ. അത് ഓവൻ്റെ ഓരോ ഓവൻ്റെ ആ ഒരു ചൂടിനനുസരിച്ച് ചിലപ്പോൾ ബേക്കിംഗ് ടൈം കൂടാൻ കുറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നല്ല ബ്രൗൺ കളറിൽ നമ്മുടെ ബണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഓവനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒരു നനച്ച് പിഴിഞ്ഞ ഒരു തുണി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. അപ്പം ഇങ്ങനെ ചൂടോട് കൂടി ഇങ്ങനെ മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുറം ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ബൺ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ, കണ്ടില്ലേ? നന്നായി കുക്കായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സാൻഡ്വിച്ച് ബണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.